ഗില്ലൻ ബാരി സിൻഡ്രം എന്ന് പറയുന്ന ഒരു പുതിയ അസുഖം അത് ഒരു വില്ലനായി മാറുന്നുണ്ട്. പല മേഖലകളിലും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബാധിച്ച് കേരളത്തിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 58-കാരനായ എറണാകുളം വാഴക്കുളം സ്വദേശി ജോയ് ഐപ്പാണ് മരിച്ചത്. കേരളത്തിൽ ഈ രോഗം അപൂർവമല്ല. എന്താണ് ഈ അസുഖം, എന്തെല്ലാമാണ് ലക്ഷണങ്ങൾ, എന്താണ് ചികിത്സ, നമുക്ക് നോക്കിയാലോ. രോഗപ്രതിരോധ ശേഷി നൽകേണ്ട സംവിധാനം ശരീരകോശങ്ങളെ തന്നെ ആക്രമിക്കുന്നതാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. അതോടെ പെരിഫറൽ നാഡീവ്യവസ്ഥ തകരാറിലാകുന്നു. രോഗത്തിന്റെ യഥാർത്ഥ കാരണം അജ്ഞാതമാണെങ്കിലും ഛർദി, വയറിളക്കം എന്നിവയ്ക്ക് കാരണമാകുന്ന ക്യാംപിലോബാക്ടർ എന്ന ബാക്ടീരിയ, ഇൻഫ്ലുവൻസ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് വകഭേദങ്ങൾ, HIV, COVID-19 എന്നിവ രോഗമുണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വയറിളക്കമോ ശ്വാസകോശ സംബന്ധിയായ അണുബാധയോ വന്നവരിലാണ് രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. കൈകാലുകളിൽ തരിപ്പ്, ബലഹീനത, വിരലുകളിലും കൈത്തണ്ടയിലും സൂചി കുത്തുന്നതുപോലെയുള്ള വേദന, രക്തസമ്മർദ്ദം കൂടുകയോ കുറയുകയോ ചെയ്യുക, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, വസ്തുക്കളെ രണ്ടായി കാണുക, സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള ബുദ്ധിമുട്ട്, നടുവേദന, നടക്കാനും പടികൾ കയറാനുമുള്ള ബുദ്ധിമുട്ട്, കൈകാലുകളിലെ തളർച്ച, കാൽപാദങ്ങളിലും കാലിലും വേദനയും മരവിപ്പും ഇവയാണ് ലക്ഷണങ്ങൾ. രോഗപ്രതിരോധ സംവിധാനം പൂർണ്ണമായും തകരാറിലാകുന്നതോടെ രോഗി പക്ഷാഘാതത്തിലേക്ക് നീങ്ങാം. ഏതു പ്രായക്കാർക്കും ഗില്ലൻ ബാരി സിൻഡ്രോം പിടിപെടാമെങ്കിലും മുതിർന്നവരെയും പുരുഷന്മാരെയുമാണ് രോഗം കൂടുതലായി ബാധിക്കുന്നത്. ഗില്ലൻ ബാരി സിൻഡ്രോമിന് 2 തരത്തിലുള്ള ചികിത്സയുണ്ട്: പ്ലാസ്മ മാറ്റിവെക്കലും ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പും. കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, പകർച്ചവ്യാധി ഉള്ളവരിൽ നിന്ന് അകലം പാലിക്കുക, അണുബാധയുണ്ടാകുന്ന ഇടങ്ങളിൽ നിന്ന് അകലം പാലിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, രോഗപ്രതിരോധ വാക്സിനുകൾ കൃത്യമായി സ്വീകരിക്കുക, ഇവയാണ് പ്രതിരോധ മാർഗങ്ങൾ. റിസർച്ച് ഡെസ്ക് 24.